ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മീറ്റ് ബോക്സ് അല്ലെങ്കിൽ ഇറച്ചിപ്പെട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. ചിക്കനോ ബീഫോ ഏത് വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായി പാൻ ചൂടായ ശേഷം ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിലേക്ക് ചേർക്കുന്ന ചിക്കനിൽ മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ കപ്സ മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. കപ്സ മസാലയും ചെറിയ ജീരകവും ഈ ചിക്കനിൽ ചേർത്ത് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ഈ സ്നാക്കിനൊരു അറബിക് ടച്ച് വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇറച്ചിപ്പെട്ടിയിലേക്കുള്ള ഇറച്ചി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബോക്സ് ആക്കാനുള്ള ദോശ റെഡിയാക്കണം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗ്, 1 കപ്പ് മിൽക്ക്, 1 ഗ്ലാസ് മൈദ, ആവശ്യത്തിനുള്ള സോൾട്ട്, ആവശ്യത്തിന് വെള്ളം ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു തിക്നെസ്സിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ തിക്കാവാൻ പാടില്ല, കാരണം ബോക്സാക്കി മടക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ പാടില്ല. ദോശ തയ്യാറാക്കാനായി പാൻ ചൂടായി വരുമ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നടുവിലായി റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 1-2 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ട് 4 സൈഡിൽ നിന്നും കൂടെ മടക്കിയെടുക്കാം. കയ്യിലേക്ക് ചൂട് തട്ടുമെന്ന് പേടിയുണ്ടെങ്കിൽ ഈ ദോശ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. ഓരോ തവി മാവൊഴിച്ചും ഈ ഒരു രീതിയിൽ ബോക്സാക്കി എടുക്കുക. 1 ഗ്ലാസ് മൈദയും 1 കപ്പ് പാലും വെച്ചിട്ട് 6 മീറ്റ് ബോക്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മസാലയും കറക്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള 6 മീറ്റ് ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൽ ഒരു പരിപാടി കൂടെ ഉണ്ട്. ഓരോ ബോക്സും എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോക്സ് ഇതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓരോ മീറ്റ് ബോക്സും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കാണുന്നതിനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ മല്ലിയില എങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്